ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ടോട്ടൽ ഇൻകം ആണ്. ബികോം 6 സെമസ്റ്ററിലെ GST ആൻഡ് ഇൻകം ടാക്സ് എന്ന പുസ്തകത്തിൻ്റെ ടോട്ടൽ ഇൻകം എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ ക്ലാസ് തുടരുന്നത്. അപ്പോൾ എല്ലാവർക്കും സുധീഷ് മാസ്റ്റേഴ്സ് അക്കാദമിയിലേക്ക് സ്വാഗതം. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൃത്തുക്കളുമായി നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഈ ചാനൽ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മളുടെ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഇൻകം ഫ്രം സാലറി എല്ലാ കാൽക്കുലേഷനും കഴിഞ്ഞ് മെയിൻ കോളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി മെയിൻ കോളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അടുത്ത ഹെഡ് ഇൻകം ഫ്രം ബിസിനസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ എമൗണ്ട് തന്നിട്ടുണ്ടോ, അതിലേക്ക് ഡിസലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ, ഡൊണേഷൻ, ചാരിറ്റി, പേഴ്സണൽ എക്സ്പെൻസസ്, അതായത് ഡ്രോയിങ്സ് പോലെയുള്ള ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് പോലെയുള്ള പേഴ്സണൽ എക്സ്പെൻസ്, ഇൻകം ടാക്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അസറ്റ് പർച്ചേസ്ഡ്, ഇത്തരം എക്സ്പെൻസുകൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ടാവും. ഡൊണേഷൻ, ചാരിറ്റി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, പേഴ്സണൽ എക്സ്പെൻസ്, ഹൗസ് ഹോൾഡ് എക്സ്പെൻസ്, ഇൻകം ടാക്സ്, ബാഡപ്സ്, പ്രൊവിഷൻ, ബാഡപ്സ് റിസർവ്, വെറും ബാഡപ്സ് ഒന്നും ഇനി എടുക്കില്ല, അത് ബിസിനസ്സായിട്ട് ബന്ധമുള്ളതാണ്. പ്രൊവിഷൻ ഫോർ ബാഡപ്സ് അല്ലെങ്കിൽ ബാഡപ്സ് റിസർവ്, വെൽത്ത് ടാക്സ്, ഇങ്ങനെയുള്ള എക്സ്പെൻസുകൾ ഡെബിറ്റ് സൈഡിൽ കിടക്കുന്നു. ഗിഫ്റ്റ് ടു റിലേറ്റീവ്സ്, ഗിഫ്റ്റ് നോട്ട് ഫോർ പബ്ലിസിറ്റിക്ക് അല്ലാത്ത ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യും. നമ്മൾ മുഴുവൻ ഐറ്റംസ് കാണിച്ചിട്ടില്ല. ഡൊണേഷൻ, ചാരിറ്റി, പേഴ്സണൽ എക്സ്പെൻസസ്, ഡൊമസ്റ്റിക് എക്സ്പെൻസസ്, ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പ്രൊവിഷൻ ഫോർ ബാഡപ്സ് റിസർവ്, പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, അങ്ങനെയുള്ള കരുതലുകളൊക്കെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് എഴുതി. ലെസ് ബിസിനസ്സുമായി ബന്ധമില്ലാത്ത ഇൻകങ്ങൾ ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ആഡ് ചെയ്തതിന് ശേഷം ഡിസലൗഡ് എക്സ്പെൻസുകൾ ആഡ് ചെയ്തതിന് ശേഷം ലെസ് ഡിസലൗഡ് ഇൻകംസ്, ബിസിനസ്സുമായി ബന്ധമില്ലാത്ത ഇൻകംസ്, അതായത് റെന്റ് ഫ്രം പ്രോപ്പർട്ടി, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, ബാഡപ്സ് റിക്കവേർഡ്, ഡിസലൗഡ് ഏർലിയർ, ബാഡപ്സ് റിക്കവേർഡ് ബ്രാക്കറ്റിൽ ഡിസലൗഡ് ഏർലിയർ പറഞ്ഞാൽ മാത്രം എടുക്കാൻ പാടും. അപ്പോൾ ഇത്തരം സംഭവങ്ങളെ ലെസ് ചെയ്താൽ നമുക്ക് ഇൻകം ഫ്രം ബിസിനസ് കിട്ടും. വളരെ അപൂർവം കേസുകളിൽ അലോവബിൾ ആയിട്ടുള്ള ചില എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ കുറക്കണം, അലോവബിൾ ആയിട്ടുള്ള ഇൻകങ്ങൾ ഉണ്ടെങ്കിൽ കൂട്ടണം. സാധാരണഗതിയിൽ ഇത്ര വരാറുള്ളൂ. ഇതിൻ്റെ ഫൈനൽ ആൻസർ, ഇതിൽ നിന്ന് ഇത് കുറച്ച് കിട്ടുന്ന ആൻസർ നമ്മൾ മെയിൻ കോളത്തിലേക്ക് എഴുതി. അപ്പോൾ ഇതാണ് ബിസിനസ്, ഇൻകം ഫ്രം ബിസിനസ്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് ഇൻകം ഫ്രം സാലറി, രണ്ടാമത്തെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, മൂന്നാമത്തത് ഇൻകം ഫ്രം ബിസിനസ്. ബിസിനസ്സിൻ്റെ കാൽക്കുലേഷൻ ഇതായിരുന്നു. നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഡിസലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ കൂട്ടുന്നു, ഡിസലൗഡ് ആയിട്ടുള്ള ഇൻകംസ് കുറക്കുന്നു. ഡിസലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾക്ക് ഉദാഹരണമാണ് ബാഡപ്സ് റിസർവ്, ഡൊണേഷൻ, ചാരിറ്റി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി, ഓണേഴ്സ് സാലറി, പ്രൊവിഷൻ ഫോർ ബാഡപ്സ്, റിസർവ് ഫോർ ബാഡപ്സ്, വെൽത്ത് ടാക്സ്, ഗിഫ്റ്റ് ടു റിലേറ്റീവ്സ്, ഇങ്ങനെയുള്ള എക്സ്പെൻസുകൾ ആഡ് ചെയ്യുന്നു. ഡിസലൗഡ് ആയിട്ടുള്ള ഇൻകംസ്, റെന്റ് ഫ്രം പ്രോപ്പർട്ടി, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് പോലെയുള്ള ബിസിനസ്സുമായി ബന്ധമില്ലാത്ത ഡിസലൗഡ് ആയിട്ടുള്ള ഇൻകംസ് ലെസ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് ഇൻകം ഫ്രം ബിസിനസ്. അപ്പോൾ അതിൻ്റെ ആൻസറും നമ്മൾ എവിടേക്ക് എഴുതി, മെയിൻ ഫോമിലേക്ക് എഴുതി. അപ്പോൾ 3 ഹെഡുകൾ കാൽക്കുലേറ്റ് ചെയ്ത ഫൈനൽ ആൻസർ ഇൻകം ഫ്രം ബിസിനസിൻ്റെ ആൻസറും നമ്മൾ എവിടേക്ക് എഴുതി, മെയിൻ കോളത്തിലേക്ക് എഴുതി. എല്ലാ കാൽക്കുലേഷനും കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് തന്നെ നമ്മൾ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനുള്ള സ്പേസ് ഇല്ലാത്തതിൻ്റെ പേരിൽ അതിൻ്റെ ഫൈനൽ ആൻസർ മാത്രം മെയിൻ കോളത്തിൽ ഇട്ടിരിക്കുകയാണ്. നാലാമത്തെ ഹെഡായിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ സെയിൽ കൺസിഡറേഷൻ തന്നോ. സെയിൽ കൺസിഡറേഷൻ, വിറ്റ വില. നമ്മളൊരു വസ്തു ലോങ് ടൈമിലേക്കുള്ള അസറ്റുകൾ വിറ്റ വിലയാണ് സെയിൽ കൺസിഡറേഷൻ. അതിൽ നിന്ന് എക്സ്പെൻസ് ഓഫ് ട്രാൻസ്ഫർ, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, വിൽക്കുന്ന സമയത്ത് ബ്രോക്കറേജോ കമ്മീഷനോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എക്സ്പെൻസ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതിനെ നെറ്റ് സെയിൽസ് എന്ന് പറയാം. കിട്ടുന്ന ആൻസറിനെ നെറ്റ് സെയിൽസ്. ഇതിൽ നിന്ന് ഷോർട്ട് ടൈം ആണെങ്കിൽ ലെസ്,
കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ലോങ് ടേം ആണെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അതെങ്ങനെ കണ്ടുപിടിക്കുക? കോസ്റ്റ് തന്നിരിക്കുന്ന എമൗണ്ട് കോസ്റ്റ് ഇൻറ്റു 250 നിങ്ങളുടെ ഇൻഡെക്സ് വാല്യൂ ഇപ്പോഴത്തെ ഈ വർഷത്തെ ഡിവൈഡ് ബൈ ബേസ് ഇൻഡെക്സ്. ഏത് വർഷത്തെയാണ് ഇൻഡെക്സ് ചെയ്യുന്നത് ആ വർഷത്തെ ഇൻഡെക്സ് വാല്യൂ അത് കുറക്കുക. ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് അതും ഇതേപോലെ തന്നെ കോസ്റ്റ് ഇൻറ്റു 280 ഡിവൈഡ് ബൈ ബേസ് ഇൻഡെക്സ് ആ വർഷത്തെ ഇൻഡെക്സ്. ഇത് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ സെയിൽ കൺസിഡറേഷനിൽ നിന്നും വിറ്റ വിലയിൽ നിന്ന് എക്സ്പെൻസ് ഓഫ് ട്രാൻസ്ഫർ കുറക്കുന്നു. അപ്പം നെറ്റ് സെയിൽ കൺസിഡറേഷൻ കിട്ടുന്നു. അതിൽ നിന്ന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഷോർട്ട് ടൈം ആണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മാത്രം കുറച്ചാൽ മതി, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് മാത്രം കുറച്ചാൽ മതി. ഷോർട്ട് ടൈം ആണെങ്കിൽ ലോങ് ടൈം ആണെങ്കിൽ ആ കോസ്റ്റിന് ഇൻഡെക്സ് ചെയ്തിട്ട് വേണം 280 ഡിവൈഡ് ബൈ ബേസ് ഇൻഡെക്സ് കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും കിട്ടും. അപ്പോൾ അത് രണ്ടും ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഇത് ടാക്സ് അടക്കേണ്ട എമൗണ്ട് ആണ്. ടാക്സ് അടക്കുന്നതിൽ നിന്ന് നമുക്ക് സേവ് ചെയ്യാൻ രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കാം. ഈ ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് എന്ത് കുറക്കാം? ന്യൂ അസറ്റ് പർച്ചേസർ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻവെസ്റ്റഡ് ഇൻ ക്യാപിറ്റൽ ഗെയിൻ ഫണ്ട് ഉണ്ടെങ്കിൽ അതും കൂടി ലെസ് ചെയ്തിട്ട് എവിടെയൊക്കെ എഴുതിയാൽ മതി? മെയിൻ കോളത്തിലേക്ക് എഴുതിയാൽ. അത് നമ്മൾ എഴുതിയിട്ടില്ല. ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. ഇതിൽ നിന്ന് എന്ത് കുറക്കാം? രണ്ട് കാര്യങ്ങൾ. ഒന്ന് ന്യൂ അസറ്റ് പർച്ചേസറും അതുപോലെ തന്നെ ഇൻവെസ്റ്റഡ് ഇൻ ക്യാപിറ്റൽ ഗെയിൻ ഫണ്ട് ഉണ്ടെങ്കിൽ അത് രണ്ടും ലെസ് ചെയ്തതിന് ശേഷം എവിടെയൊക്കെ എഴുതിയാൽ മതി? ഫൈനൽ ആൻസർ മാത്രം മെയിൻ ഫോമിലേക്ക് എഴുതിയാൽ മതി. അപ്പോൾ കിട്ടിയതാണ് ഇപ്പോൾ നമുക്ക് കണ്ടുപിടിച്ച എമൗണ്ടാണ് ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ മെയിൻ ഫോമിലേക്ക് എഴുതി ക്യാപിറ്റൽ ഗെയിൻ. ഇനി അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ഹെഡായിട്ടുള്ള ഇൻകം ഫ്രം അതർ സോഴ്സ്. അതർ സോഴ്സിൽ വരുന്ന എമൗണ്ടുകൾ ഒന്ന് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്. ഫോറിൻ കമ്പനി ആണെങ്കിൽ എടുക്കുക, കോർപ്പറേറ്റ് സൊസൈറ്റി ആണെങ്കിൽ എടുക്കുക. ഇന്ത്യൻ കമ്പനിയുടെ ഡിവിഡൻഡ് എക്സംപ്റ്റഡ് ആയിരിക്കും. ഇൻട്രസ്റ്റ് എടുക്കാം, ഡിവിഡൻഡ് ഏതൊക്കെ എടുക്കാം? ഫോറിൻ കമ്പനിയുടെ ഡിവിഡൻഡ് കൊടുക്കുക, കോർപ്പറേറ്റ് സൊസൈറ്റിയുടെ ഡിവിഡൻഡ് കൊടുക്കുക. ബാക്കിയുള്ള ഇന്ത്യൻ കമ്പനികളുടെ ഡിവിഡൻഡ് എക്സംപ്റ്റഡ് ആയിരിക്കും. സബ്ലെറ്റിംഗ്, റെന്റ് ഫ്രം സബ്ലെറ്റിംഗ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇരിക്കുന്ന എക്സ്പെൻസുകൾ കുറച്ചിട്ട് എടുത്താൽ മതി. അതേപോലെ തന്നെ റെന്റ് ഫ്രം അതർ അസറ്റ്സിൻ്റെ മറ്റുള്ള അസറ്റുകൾ റെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് റെന്റ് ഫ്രം അതർ അസറ്റ്സ്, മറ്റ് അസറ്റുകൾ. സബ്ലെറ്റിംഗ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി അല്ലാത്ത വേറെ ഏതെങ്കിലും അസറ്റുകൾ റെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും അതിൻ്റെ എക്സ്പെൻസുകൾ കുറക്കുക. അതേപോലെ റോയൽറ്റി അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ കുറക്കുക. ഇങ്ങനെയുള്ള വിന്നിങ് ഫ്രം ലോട്ടറി അത് നെറ്റ് ആണെങ്കിൽ ഇൻറ്റു 100/70 എഴുതണം. ഇൻട്രസ്റ്റ് റിസീവ്ഡ് അല്ലെങ്കിൽ ക്യാഷ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് തരണമെങ്കിൽ ഇൻറ്റു 100/90 ഇടണം. 90 എടുക്കാൻ കാരണം എന്താണ്? 10% ടാക്സ് പിടിച്ചിട്ടാണ് ഇൻട്രസ്റ്റ് മിക്കപ്പോഴും തരിക. അപ്പോൾ നെറ്റ് എമൗണ്ട് അല്ലെങ്കിൽ റിസീവ്ഡ് എന്ന് പറയുകയാണെങ്കിൽ ഇൻറ്റു 100/90 ഇട്ടാൽ മാത്രമേ അതിന് ഫുൾ എമൗണ്ട് ആവുള്ളൂ. ഗ്രോസപ്പ് ചെയ്യാന്ന് അതിനെ പറയാം. മറ്റൊന്ന് ലോട്ടറി, വിന്നിങ് ഫ്രം ലോട്ടറി. ഇതിലാണ് ലോട്ടറി ഇതേപോലെ തന്നെ 30% ടാക്സ് പിടിച്ചിട്ടാണ് ലോട്ടറി തരിക. അതുകൊണ്ട് തന്നെ ഇൻറ്റു 100/70 ഇട്ടാൽ മാത്രമേ ലോട്ടറിയുടെ എമൗണ്ട് ആവുള്ളൂ. പിന്നെ ഗാംബ്ലിംഗ് നാച്ചുറലുള്ള ഹോഴ്സ് റേസ്, കാർഡ് ഗെയിം, ഇതൊക്കെ ഇതിനകത്താണ്. ക്യാഷ്വൽ ഇൻകംസ് എന്ന് പറയും. സാലറി ഓഫ് MLA MP ഇതിനകത്താണ് കാണിക്കേണ്ടത്. ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റെന്റ് ഫ്രം സബ്ലെറ്റിംഗ് ഓഫ് ഹൗസ്, റെന്റ് ഫ്രം അതർ ദാൻ ഹൗസ് പ്രോപ്പർട്ടി, അസറ്റ് അതർ ദാൻ ഹൗസ് പ്രോപ്പർട്ടി, റോയൽറ്റി ലെസ് എക്സ്പെൻസസ്, സാലറി ഓഫ് MLA MP, കാർഡ് ഗെയിം, ഇങ്ങനെയുള്ള ഇൻകംസ് ഇതിനകത്ത് എഴുതി മെയിൻ കോളത്തിലേക്ക് ഇത് ടോട്ടൽ ചെയ്ത് ആൻസർ എഴുതി. അപ്പോൾ നമ്മൾ 5 ഹെഡുകൾ കൂട്ടി 5 ഹെഡുകളുടെ ഇൻകങ്ങൾ മെയിൻ ഫോമിലേക്ക് എഴുതി. ഇത് കൂട്ടിയിടുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് വിളിക്കുന്നത് ഇതിനെയാണ്. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമുക്ക് ലെസ്, ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C ഉണ്ടാവും. സാധാരണ വരുന്നത് 80D ഉണ്ടാവും, 80DD ഉണ്ടാവും, 80DDB ഉണ്ടാവും. ലെസ്, ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C, 80D, 80DD, 80DDB. അതേപോലെ 80TTA,
80 TTB, 80 QQ, 80 QQA റോയൽറ്റി കിട്ടുന്ന ഡിഡക്ഷൻ. അതേപോലെ തന്നെ 80G. ഇത്രയൊക്കെയുള്ള ഡിഡക്ഷൻസ് ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇതൊക്കെ ലെസ് ചെയ്ത് കിട്ടുന്നത് ആൻസറിനാണ് ടാക്സബിൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ടാക്സബിൾ ടോട്ടൽ ഇൻകം അതായത് 5 ഹെഡുകളുടെ കാൽക്കുലേഷൻ കഴിഞ്ഞ ആൻസറുകൾ മെയിൻ ഫോമിലേക്ക് എഴുതുന്നു, മെയിൻ കോളത്തിലേക്ക് എഴുതുന്നു. അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്. അതിൽ നിന്ന് ഡിഡക്ഷൻസ് കുറക്കുക എന്നുള്ളതാണ്. ഡിഡക്ഷൻസ് സാധാരണ വരുന്ന ഡിഡക്ഷൻസ് ഞാനിവിടെ എഴുതിയത് അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. ഡിഡക്ഷൻസ് ഒക്കെ 80C, 80D, 80DD, 80DDB, 80TTA, 80TTB, 80TTB, QQB, 80QQB, 80G ഇങ്ങനെയുള്ള ഡിഡക്ഷൻസ് ഒക്കെ ഇവിടെ കുറക്കുക. ഇതിൽ നിന്ന് കുറച്ച് കിട്ടുന്ന ആൻസറാണ് ടാക്സബിൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 5 ഹെഡുകൾ ഒന്നിച്ച് കാൽക്കുലേഷൻ കഴിഞ്ഞ ഫൈനൽ ആൻസറുകൾ മെയിൻ കോളത്തിലേക്ക് എഴുതി അതിൽ നിന്ന് ഡിഡക്ഷൻസ് കുറച്ച് കിട്ടുന്ന ആൻസറാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരെയാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി നമ്മളുടെ വീഡിയോ ഷെയർ ചെയ്യുക, യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്യുക, എല്ലാവരും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.